മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും എല്ലാ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും അപ്പുറമുള്ളതായിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രപരമായ മാറ്റത്തിനുള്ള സമയമാണിത്. അനന്തമായ വികസന സാധ്യതയുള്ള ഈ നഗരത്തിന്റെ വികസനം പൂർണ്ണമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൂടാതെ നഗരത്തിന്റെ വികസനത്തിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അകമഴിഞ്ഞ സഹായം നഗരസഭയ്ക്ക് ലഭിക്കുമെന്നുറപ്പാണ്. അത് പൂർണ്ണമായും വിനിയോഗിച്ച് നഗര വികസനം വേഗത്തിലാക്കുക എന്നതാണ് ഈ ബഡ്ജറ്റിന്റെ പ്രധാന ലക്ഷ്യം. വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച PM ആവാസ് യോജനയുടെ രണ്ടാം ഘട്ടത്തിൽ കേരള സർക്കാർ ഒപ്പുവയ്ക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കേന്ദ്രവിഹിതമായി 150.94 കോടി രൂപയാണ് ഇതുവരെ നഗരസഭയ്ക്ക് ലഭിച്ചത്. എന്നാൽ PMAY രണ്ടാം ഘട്ടം കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് നിരാശാജനകമാണ്. നഗരത്തിലെ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് നൽകുക എന്നത് നഗരസഭയുടെ സാമൂഹ്യ പ്രതിബദ്ധതയായി ഏറ്റെടുക്കുന്നു. അത് ഈ ബഡ്ജറ്റിൽ പാലിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. ഇതിനായി സ്വന്തം ഭവന പദ്ധതി പ്രഖ്യാപിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. അർഹരായ ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിനായി മുഴുവൻ തുകയും തിരുവനന്തപുരം നഗരസഭ തന്നെ നൽകുന്നതാണ് ഈ പദ്ധതി.